ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. മനുഷ്യന് ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പലരും പല വഴികൾ തിരഞ്ഞെടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ യാത്ര തുടരുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള വഴികൾ തിരഞ്ഞെടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല. മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നേറാൻ കഴിയുള്ളൂ. യജമാനനായ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരാളും വാസ്തവമായും ജീവിതത്തിൻ്റെ വഴികളിൽ കാലിടറിപ്പോകാൻ സമ്മതിക്കാതെ തക്ക സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. പുതിയ നിയമം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പലയിടങ്ങളിലും ദാസൻ എന്നാണ് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത്. അത് യഥാർത്ഥ പരിഭാഷയുടെ ശരിയായ അർത്ഥം അടിമ എന്ന് തന്നെയാണ്. അടിമയ്ക്ക് യജമാനൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയല്ലാതെ സ്വന്തം ഇഷ്ടം നിവർത്തിപ്പാൻ യാതൊരു അവകാശവുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമുക്കും കർത്താവിനോട് കൂടെ നടക്കാൻ ശ്രമിക്കാം. ഇന്നും നമുക്ക് യേശുവിനോട് കൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി 112 സങ്കീർത്തനം 2 വാക്യം വായിക്കട്ടെ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. മാനസികമായി സമനില തെറ്റിയവരും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ വല്ലാതെ അടിമപ്പെട്ടവരുമായ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അവരുടെ തലമുറകളെക്കുറിച്ച് വലിയ ചിന്തയുണ്ട്, കരുതലുണ്ട് എന്നുള്ളത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. തൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്ത എല്ലാ നന്മകളും തങ്ങളുടെ മക്കൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ എത്രയോ മാതാപിതാക്കന്മാർ വളരെ കഷ്ടപ്പെടുന്നു തൻ്റെ മക്കളെ വളർത്തുവാനെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടതകളും ഭാരമേറിയ അനുഭവങ്ങളുമൊക്കെ തലമുറകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും അവരും ഒരിക്കൽ മാതാപിതാക്കന്മാരായി മാറുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം എന്തെന്ന് അവർ വാസ്തവമായും ഗ്രഹിക്കും. ലോകത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ ആളുകളുടെയും തന്നെ ആഗ്രഹം അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്നു തന്നെയാണ്. ഈ 112 സങ്കീർത്തനത്തിൽ നമ്മുടെ തലമുറകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് വളരെ വ്യക്തമായും വിശുദ്ധമായും ചില നിർദ്ദേശങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും തലമുറകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം എന്നത് സംബന്ധിച്ച് ഇത്തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു കുറിപ്പടിയാണ് 112 സങ്കീർത്തനം എന്ന് പറയുന്നതിലും തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്നല്ല, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്നാണല്ലോ 1 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിൻ്റെ വേരിയേഷൻ ഉണ്ടല്ലോ, അത് ദൈവം നന്നായി തിരിച്ചറിയുന്നുണ്ട്. പല ആളുകളുടെയും അനുഗ്രഹ സങ്കല്പമുണ്ടല്ലോ, അതിന് ഘടകവിരുദ്ധമാണ് ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം. പലരുടെയും സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ബാലൻസ് ഉള്ളവരോ, ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ബിസിനസ് ഉള്ളവരോ, അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരൊക്കെയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് അവരുടെ ചിന്ത. എന്നാൽ ഈ സങ്കീർത്തനം പാടുന്നയാൾ അതിനോട് യോജിക്കുന്നില്ല. മറിച്ച് താൻ പറയുന്നത് ദൈവീകതയിൽ ജീവിക്കണം, ദൈവത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. അങ്ങനെയുള്ളവരുടെ തലമുറയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. അതായത് ദൈവവചനപ്രകാരം നന്മയോടെ ജീവിക്കുന്ന ആളുകളുടെ മക്കൾ ഒരിക്കലും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. തക്ക സമയങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറക്കും. ഇത്രയും പറഞ്ഞപ്പോൾ തങ്ങളുടെ ചെയ്തികൾ നിമിത്തം തകർന്നുപോയ തലമുറകൾ ഏറെ തിരുവചനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അഹാബിൻ്റെയും ഇസബേലിൻ്റെയും ദുഷ്പ്രവൃത്തികൾ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കൊടുങ്കാറ്റായി പകർന്നു വന്നുവെന്ന് നമ്മൾ വായിക്കുന്നില്ലേ? രാജാക്കന്മാരുടെ 2 പുസ്തകം 10 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ 70 സന്തതികളും തകർന്നുപോയ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവരുടെ തലകൾ ഛേദിച്ച് കുട്ടയിൽ കൊണ്ടുവന്ന് 2 കൂമ്പാരമായി കൂട്ടിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹാമാന്റെ ഉന്നതഭാവവും നികളവും തൻ്റെ തലമുറയ്ക്ക് എന്താണ് കൊടുത്തതെന്ന് നമ്മൾ പഠിക്കുന്നില്ലേ? എസ്തേറിൻ്റെ പുസ്തകം 9 അധ്യായം 9 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകവും അതിൻ്റെ മോഹവും തേടിയുള്ള പോക്ക് ലോത്തിൻ്റെ തലമുറകൾ എങ്ങനെയായി തീർന്നെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? എന്നാൽ എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരാളെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്.
കുറേനക്കാരനായ ശീമോൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര്. താൻ ചെയ്തത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമന്ന് കർത്താവിനെ സഹായിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടു. റോമാലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ തൻ്റെ മകനായ റൂഫോസ് കർത്താവിൽ പ്രസിദ്ധനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങളുടെയും ഇല്ലായ്മയുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ തലമുറകൾ നശിച്ചു പോവുകയില്ല. ഏതു സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതികൾ നിറവേറ്റപ്പെടും, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് നമ്മുടെ ഭൗതിക നന്മകളുടെ ചിന്തകളെ തൽക്കാലം അല്പമൊന്ന് വിരാമം കൊടുത്തിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള പദ്ധതിക്കായി സമർപ്പിച്ചു കൊടുക്കാം. ദൈവഹിതാനുസരണം ജീവിക്കുന്ന ഒറ്റ മാതാപിതാക്കന്മാരും അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാതിരിക്കില്ല. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.